നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി, വേണമെങ്കിൽ ദശകങ്ങളായി എന്നും പറയാം, എല്ലാ അമേരിക്കൻ പ്രസിഡന്റുമാരും ഇന്ത്യയോട് നല്ല ബന്ധം പുലർത്തുന്നവരാണ്. എന്നാൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ മാത്രം അത് വേറെ ലെവലിലേക്ക് പോയി എന്ന് പറയേണ്ടി വരും. എല്ലായ്പ്പോഴും ഇന്ത്യയുടെ അടുത്ത സുഹൃത്തായിരിക്കും ഞാൻ എന്ന് തുറന്നു പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അടുത്ത സൗഹൃദം വെച്ച് പുലർത്തുന്ന ഒരു നല്ല സുഹൃത്തായിരുന്നു ട്രംപ്. ഇന്ത്യക്ക് അനുകൂലമായും പാകിസ്ഥാനെയും ചൈനയും പരിപൂർണമായും ട്രംപ് അവഗണിക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യക്കാർക്ക് സന്തോഷിക്കാൻ ഒരു കാരണമായി. ട്രംപ് വീണ്ടും തിരിച്ചു വരുമെന്ന വാർത്തകളാണ് അമേരിക്കയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വെടിയേറ്റതിനു ശേഷം ട്രംപ് തരംഗമാണ് അമേരിക്കയിൽ എന്ന് പറഞ്ഞാൽ അത് തെറ്റാവുകയില്ല. വെടിയേറ്റത് കൊണ്ടല്ല, മറിച്ച് അത്രയും വലിയൊരു അപകടം നടന്നതിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് ജനങ്ങളുടെ ആരാധനയ്ക്ക് പാത്രമാകുന്നത്. വെടിയേറ്റ ചെവിയിൽ ബാൻഡേജുമായി റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ദേശീയ കൺവെൻഷനെത്തിയ US മുൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപാണ് അമേരിക്കയിലെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. വെടിയേറ്റതിന്റെ അടുത്ത ദിവസമുള്ള ട്രംപിന്റെ വരവ് ധീര നിലപാടാണെന്നാണ് അമേരിക്കയിൽ പൊതുവെയുള്ള അഭിപ്രായം. വെടിയേറ്റ ശേഷം മുഷ്ടി ചുരുട്ടി പോരാട്ടം തുടരുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചതിന്റെ ചിത്രം അമേരിക്കൻ പതാകയ്ക്കൊപ്പം ആലേഖനം ചെയ്ത ടീഷർട്ടുകളും വിപണിയിൽ തരംഗമാണ്. പ്രചാരണത്തിന്റെ നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡനെ ബഹുദൂരം പിന്നിലാക്കി ട്രംപ് മുന്നേറുന്നുവെന്ന സൂചനയാണിത്. 39-കാരൻ JD വാൻസിനെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കിയതോടെ ട്രംപിന്റെ ടീമിനെ കുറിച്ചുള്ള മതിപ്പും വോട്ടർമാർക്കിടയിൽ വർദ്ധിച്ചു. റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ എതിർപക്ഷക്കാരെ ചേർത്ത് നിർത്താൻ ട്രംപ് ശ്രമിച്ചതിന്റെ ഭാഗം കൂടിയാണ് വാൻസിന്റെ സ്ഥാനാർത്ഥിത്വം. ഇതോടുകൂടി പാർട്ടിയിലെ വിമർശകർ പോലും ട്രംപിനെ ജയിപ്പിക്കണമെന്ന ആവശ്യമുയർത്തിയിട്ടുണ്ട്. നേരത്തെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന മുദ്രാവാക്യമായിരുന്നു റിപ്പബ്ലിക്കൻസിന്റേത്. ഇപ്പോഴത് മേക്ക് അമേരിക്ക സേഫ് അഗൈൻ എന്നാക്കി മാറ്റിയിട്ടുണ്ട്. ഡെമോക്രാറ്റുകളുടെ നേതൃത്വത്തിൽ അമേരിക്ക സുരക്ഷിതമല്ല എന്ന മുദ്രാവാക്യവുമായാണ് ട്രംപ് പക്ഷം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അമേരിക്കയെ നയിക്കാൻ എന്തുകൊണ്ടും യോഗ്യൻ ട്രംപ് ആണെന്ന ചിന്തയ്ക്കും ട്രംപിന് നേരെയുണ്ടായ വെടിവെപ്പ് കാരണമായി. പ്രായാധിക്യം കൊണ്ട് നിലവിലെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ജോ ബൈഡൻ നേരിടുന്ന ശാരീരിക മാനസിക വെല്ലുവിളികളും ഡെമോക്രാറ്റുകാർക്ക് ക്ഷീണമാണ്. ബൈഡനെ മാറ്റി പുതിയ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ പ്രചരണത്തിൽ അത് പ്രായോഗികമാകില്ലെന്ന സൂചനയുണ്ട്. എന്നാൽ ബൈഡനെ മാറ്റിയില്ലെങ്കിൽ നിഷ്പക്ഷ വോട്ടുകൾ വലിയ തോതിൽ കുറയുമെന്നും ഉറപ്പാണ്. ഇപ്പോഴത്തെ നിലയനുസരിച്ച് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഡൊണാൾഡ് ട്രംപും ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ജോ ബൈഡനും സ്ഥാനാർത്ഥിയായി തുടരും. ബൈഡന്റെ വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് അതേ സ്ഥാനത്തേക്ക് വീണ്ടും മത്സരിക്കും. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.